ആദ്യക്കുട്ടൻ്റെ ആ ചോദ്യത്തിൽ ഞാൻ ഫ്ലാറ്റായിട്ടോ. ഉടനെ തന്നെ പാലും താങ്ങി പിടിച്ചുകൊണ്ട് വേഗം റെഡിയായി ആദ്യക്കുട്ടിതാ അടുക്കളയിൽ തന്നെ സീറ്റ് ഉറപ്പിച്ചു. എന്നാൽ പിന്നെ പണി തുടങ്ങാമെന്ന് പറഞ്ഞ് ഞാനും കലവും പൊക്കി പിടിച്ച് അടുപ്പത്തും വെച്ചു. നല്ല സേമിയ ഇരിക്കുന്നുണ്ടായിരുന്നു, അതുപോലെ നെയ്യും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒരു പാൽപ്പായസം. ഹലോ, എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം സേമിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് നെയ്യിലൊന്ന് വറുത്തെടുത്തു. വറുത്ത സേമിയാണെന്ന് പറഞ്ഞിട്ട് തന്നെ ആ പാക്കറ്റ് വാങ്ങിച്ചേ. എന്നാലും നെയ്യിൻ്റെ മണമൊന്നും ഉണ്ടായിരിക്കില്ലല്ലോ. അത് വരുത്താൻ വേണ്ടി ഒന്നുകൂടെ അതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തതേ ഉള്ളൂ കേട്ടോ. അതേ കാലത്തിൽ തന്നെ നമുക്ക് പാലും, ഞാൻ 2 പാക്കറ്റ് പാലേ എടുത്തിട്ടുള്ളൂ. 3 പേർക്ക് നന്നായിട്ട് കഴിക്കാനുള്ള പായസം അതിൽ നിന്ന് തന്നെ ഉണ്ടാവും. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു പായസമാണ്. എളുപ്പത്തിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസും ഒരുപാട് ടിപ്സുകളും കരുവിരുതും ഒന്നുമില്ല. ജസ്റ്റ് പാല്, നമ്മുടെ ഏലക്കായ ഇട്ട് മധുരം ഇട്ട് പാൽപ്പായസം സേമിയ ഇട്ട് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ഞാനിതാ എൻ്റെ പാൽപ്പായസം ഒരുവിധം പണി നടന്നുകൊണ്ടിരിക്കുന്നു. എത്ര വാങ്ങിച്ചു വെച്ചാലും എൻ്റെ വീട്ടിൽ പഞ്ഞുള്ളതും അതുപോലെ മോഷണം വല്ലാതെ കൂടുന്നതുമായിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ കാഷ്യൂനട്ട്. കാഷ്യൂനട്ട് എത്ര വാങ്ങിച്ചു വെച്ചാലും പെട്ടെന്ന് ഇവിടെ ചിലവായി പോകും. അതിൻ്റെ പേരിൽ ആദിക്കുട്ടീനോട് വഴക്കായിട്ടോ. അവളോട് അതിന് വഴക്ക് പറഞ്ഞതിന് ആദിക്കുട്ടി തെറ്റിപ്പോവുകയും ചെയ്തു. അങ്ങനെ ഇതാ പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായി ഇളക്കി എൻ്റെ പായസം ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലേക്ക് വന്നു. അപ്പോൾ ഇത് ആദിക്കുട്ടിയും പതുക്കെ മണം പിടിച്ച് വന്നിട്ടുണ്ട്, ഇവിടെ വന്നിരിപ്പുണ്ട്. അങ്ങനെ ഞാനിതാ നമ്മുടെ നെയ്യിൽ ആകെ കുറച്ച് കാഷ്യൂസ് ഇനിയിൽ ബാക്കിയുള്ളൂ, പൊട്ടും പൊടികളും മാത്രം. ഈ സാധനം മാത്രം എത്ര വാങ്ങിച്ചു വെച്ചാലും പെട്ടെന്ന് തീരും. ഞാൻ അടുക്കളയിൽ ഉപയോഗിച്ച് തീരുന്നതല്ല കേട്ടോ, വയറ്റിലേക്ക് ഉപയോഗിച്ച് തീരുന്നതാണ്. അതിന് ഇവിടെ വലിയ കള്ളനുമുണ്ട്, ഒരു കുഞ്ഞു കള്ളത്തിയുണ്ട്. അങ്ങനെ ഇതാ സേമിയ വറവൊക്കെ ഇട്ട് നല്ല മണമൊക്കെ ഉണ്ട്. ഏലക്കായ ഒന്ന് ഇടിച്ച് ക്രഷ് ചെയ്തൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പം നല്ല മണത്തിൽ എൻ്റെ സേമിയ പായസം പെട്ടെന്ന് തന്നെ റെഡിയായി. ഒരു അരമണിക്കൂർ ഒന്ന് സ്പെൻഡ് ചെയ്താൽ കുട്ടികൾ ചോദിക്കുന്ന ഇങ്ങനത്തെ ഇഷ്ടമുള്ള ഓരോന്ന് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ആട്ടെ എന്ന് പറഞ്ഞു വെച്ചാൽ അതങ്ങനെ നീണ്ടു പോവേ ഉള്ളൂ. അങ്ങനെ നീണ്ടു വന്നൊരു സാധനമായിരുന്നു സേമിയ പായസം ഇവിടെ. അങ്ങനെ ഇന്ന് എൻ്റെ ആദിക്കുട്ടിക്ക് സ്കൂൾ വിട്ട് വന്നപ്പോൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുത്തത് സേമിയ പായസമാണ്. ഊതി ചൂടോടെ ആക്രാന്തം കാണിച്ച് നാവും പൊള്ളിച്ച് ഞങ്ങൾ 2 പേരും ഇരുന്ന് കുടിച്ചു. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ അടിക്കണേ, അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, കമൻസ് ഒക്കെ ചെയ്യണേ. എനിവേ, ബൈ.